ചേട്ടാ ഇക്കുറി നമ്മുടെ ചാലക്കുടിയിൽ ആർക്കാണ് ഒരു സാധ്യത കാണുന്നത്? നമുക്ക് ഈ കുറി രവീന്ദ്രനാഥ് സാറാണ് പ്രൊഫസർ. കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ട് നമ്മുടെ കേരളത്തിൽ വൻ മാറ്റം വരുത്തിയൊരു ആളാണ് രവീന്ദ്രനാഥ് സാറ്. കാരണം നമുക്കറിയാം, സാർ ഇരുന്നപ്പോഴാണ് ഓൺലൈൻ ക്ലാസ് പദ്ധതികൾ കൊണ്ടുവന്നത്. ക്ലാസ് റൂമുകൾ, അതായത് പ്രഭാത ഭക്ഷണം. നമുക്കറിയാം, പണ്ട് കാലഘട്ടത്തിൽ പയറ് പുഴുങ്ങിയതും ചോറുമായിരുന്നു. അപ്പം അത് മാറി. ഇപ്പം എൻ്റെ 3 മക്കളും പൂത്തറൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ, കാളങ്കറി, തോരൻ, അതുപോലെ പ്രഭാത ഭക്ഷണം LP സ്കൂളുകളിലുണ്ട്. ആ മാറ്റം തന്നെ വന്ന് വളരെ വലുതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിൽ വന്ന മാറ്റമാണ് ഏറ്റവും വലിയ മാറ്റം. പഠനം, സ്കൂള് സ്മാർട്ട് ക്ലാസ്, പ്രൊജക്ടർ, അതുപോലെ അതിനൊരു ഫാനുകൾ. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാനില്ല, ചൂട് ഓടും കെട്ടറായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് കെട്ടിടങ്ങളായി. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പുത്തൻകുരിശ് NGM സ്കൂൾ എന്ന് പറയുന്ന പുത്തൻകുരിശ് സ്കൂള് സാറ് പഠിപ്പിച്ചാണ്. ആ സ്കൂൾ പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളിൽ നിന്ന് മാറ്റങ്ങൾ വന്നു. പൂത്തറ സ്കൂൾ തന്നെ മാറ്റം വരുത്തി. പൂത്തറ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പഠിച്ച സ്കൂളാണ്. അവിടേക്ക് ഒരുപാട് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് നമ്മൾ രവീന്ദ്ര മാഷിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ചേട്ടൻ ഈ ഊരിന്റെ പേരെന്താ? ഇത് പൂത്തറക്ക പഞ്ചായത്തിന്റെ 13ാം വാർഡാണ്. പൂത്തറക്ക പഞ്ചായത്തിന്റെ ഊരാണ് ശരിക്കും. ഊരിന്റെ മൂപ്പനാണ്. പേര് രതീഷ് എന്നാണ്. അപ്പൊ ഇവിടെ ട്രൈബിന്റെ ആൾക്കാരാണ് മൊത്തം. ട്രൈബ് കോളനിയാണ്. ഇവിടെയൊക്കെ സംസാരം ഈ പറയുന്ന രവീന്ദ്രനാഥ് ജയിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. രവീന്ദ്ര സാറ് ജയിക്കും. കാരണം അതുകൊണ്ടാണ് നമ്മൾ ചാലക്കുടി മണ്ഡലം രവീന്ദ്ര സാറിനുള്ളതാണ്. ഞങ്ങൾ ഇവിടെ കുറേ സ്കൂൾ വന്നിട്ടുണ്ടായിരുന്നു. പൂത്തറക്ക എല്ലാ സ്കൂളുകളിലും സാറ് വന്നിട്ടുണ്ടായിരുന്നു. സാറ് നല്ലൊരു മനുഷ്യൻ എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കറിയാവുന്ന കേസായിട്ടുണ്ട്, ഇന്നസെന്റ് സാറ് വരുന്നപ്പോൾ തന്നെ ഇവിടുത്തെ റോഡുകൾക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രവീന്ദ്രൻ സാറ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 കൊല്ലം MP ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് പോലില്ല. കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഇല്ല, പുള്ളി വന്നിട്ടില്ല. വോട്ട് ചോദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇയാളെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടുണ്ട്, വാൾ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല, നമ്മൾക്കൊരു MP എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വിവിധ വിഷയങ്ങൾ കേന്ദ്രത്തിൽ ചർച്ച ചെയ്യേണ്ട. നമുക്കറിയുന്നത് വർഗീയതയുടെ വിത്ത് വിതച്ചു കഴിഞ്ഞു. അപ്പം അതിനൊക്കെ നമ്മുടെ കേന്ദ്രത്തിൽ സംസാരിക്കാൻ അത് രവീന്ദ്രനാഥ് സാറിന് പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. പറ്റുമെങ്കിൽ ബെന്നി ബെഹനാൻ എന്തുകൊണ്ട് സംസാരിച്ചില്ല? എൻ്റെ ചോദ്യം ഇതാണ്. നമുക്കറിയാം, ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുള്ളി സംസാരിക്കില്ല. കണ്ണും പൂട്ടിയിരിക്കാനാണെങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ MLA സജീന്ദ്രൻ ഇവിടെ 10 വർഷം MLA ആയിട്ടിരുന്ന. ഈ കോളനിയുടെ മാറ്റങ്ങൾ തന്നെ ശ്രീനിജൻ വന്നേ പിന്നെയാണ്. നമ്മുടെ ശ്രീനിജൻ സാറ് വന്നപ്പോഴാണ് കോളനിക്ക് മാറ്റം തന്നെ ഒരുപാട്. അതായത് ഊരുകൂട്ടത്തിന് പേര് പങ്കെടുത്ത ഒരാളാണ് ശ്രീനിജൻ. അതായത് കേരളത്തിൽ ഒരു MLA ഊരുകൂട്ടത്തിന് പങ്കെടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ MLA ശ്രീനിജൻ പൂത്തറക്ക പഞ്ചായത്തിൽ ഊരുകൂട്ടത്തിന് പങ്കെടുത്തിട്ടുണ്ട്. അതായത് മൂപ്പം പറയുന്ന ഇവിടെ നേരത്തെ കോൺഗ്രസിന്റെ MLA ആയിരുന്നപ്പോൾ ഒരു ഗുണം ഉണ്ടായിട്ടില്ല, MP ആയിരുന്നപ്പോൾ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അത് നമുക്ക് ഓപ്പണായിട്ട് പറയുന്നത് നമുക്ക് യാതൊരു മടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ 10 വർഷം നമുക്ക് ഇവിടെ നമ്മുടെ മുമ്പിൽ കാണാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും ഇടപെടാൻ കഴിവില്ലാത്തവരല്ല, കണ്ണടച്ച് കളഞ്ഞാണ്. ഇവിടെ ട്രൈബിൻ്റെ കോളനി ഒരുപാടുണ്ട്. ഇപ്പം നിരപ്പമല കോളനി തന്നെ നമ്മുടെ ഇപ്പോഴത്തെ MLA ഏറി അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. MLA അതോടൊപ്പം തന്നെ ഇപ്പം 2020 ഭരിക്കുന്ന ഞാറല്ലൂർ കോളനി, കിഴക്കമ്പലം കിറ്റസിൻ്റെ ഓണറുടെ തൊട്ട് അടുത്തൊരു കോളനി ഉണ്ട്, ഞാറല്ലൂർ കോളനി എന്ന് പറയും. അവിടെയുണ്ട് 9 ട്രൈബിൻ്റെ കുടുംബമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ കോളനി കട്ട വിരിച്ചാണല്ലോ, വരെ കട്ട വിരിച്ചത്. അവർ വീട്ടിട്ട് പണി കല്ല് പറക്കി മാറ്റി വെച്ചിട്ടുള്ളൂ. അവരെ വീട്ടിട്ട് പണി ഒരു 108ൻ്റെ ആംബുലൻസ് വന്നപ്പോൾ അതായത് സ്ട്രെച്ചർ പോലും അതിൽ തള്ളിക്കൊണ്ടുപോകാൻ പറ്റും. 108ൻ്റെ ആംബുലൻസ് 1 കിലോമീറ്റർ അപ്പുറം കിടന്നിട്ട് ഇവിടുന്ന് ആ സ്ട്രെച്ചർ കൊണ്ടുവന്നിട്ട് 4 പേര് കൂടി ചുവന്ന വണ്ടി കയറ്റി കൊണ്ടുപോയത്. അങ്ങനത്തെ ഒരു അവസ്ഥ 2020യുടെ ഇത്. അപ്പം നമ്മൾക്ക് ഇവിടെ മാറ്റം വരേണ്ട അത്യാവശ്യമാണ്. കഴിഞ്ഞ 5 വർഷം ബെന്നി ബെഹനാനിരുന്നു. ആർക്ക് വേണ്ടി ശബ്ദിച്ചു? രാഷ്ട്രീയം നോക്കണ്ട. കേരളത്തിലെ ഈ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് ഒരു കാര്യം എടുത്ത് പറയാനില്ല. കാരണം പുള്ളിക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണോ ഈ പറയുന്ന ഇത്തവണ വോട്ട് ചോദിച്ചും കൊണ്ട് വരാത്തത്? അതെ, വോട്ട് ചോദിച്ച് വരാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയും, ഇവിടെ വോട്ട് ചോദിച്ച് വരാമെന്നുണ്ടെങ്കിൽ ബെന്നി ബെഹനാനെ ആരും തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഇവിടെ ആരും കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടുണ്ട്, ഫ്ലെക്സുകളിലൂടെ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഊര് മൂപ്പനല്ലേ. കാരണം ഇവിടുത്തെ ആൾക്കാർ കണ്ടേക്കാളും കൂടുതൽ ഒരുപാട് നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോലും കണ്ടിട്ടില്ല. കാരണം പുള്ളിയെ കാണാൻ കിട്ടത്തില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ പുള്ളിയോട് പറയണമല്ലോ.
ആവശ്യം പറയാണ്ട് നമുക്ക് കാണാനോ ഒരു ഉദ്ഘാടനത്തിനോ ഒന്നിനും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ തവണ സി രവീന്ദ്രനാഥ് മാഷ് ജയിച്ചു പോകട്ടെ എന്ന രീതിയിൽ തന്നെയാണ്. ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ജയിക്കും, അതൊരു ഉറപ്പാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷ് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കേസിട്ടാണ് കേരളത്തിൻ്റെ സ്കൂളുകളിലെ മാറ്റം തന്നെ വരുത്തിയത് മാഷാണ്. അപ്പോൾ ആ മാഷിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയല്ല, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചാലക്കുടിയുണ്ട്. നമുക്കറിയാം, വർഗീയത്തിൻ്റെ വിത്തറി ഇപ്പം ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ഇല്ല, എല്ലാവരും ഹിന്ദുക്കളാവണമെന്ന ചിന്തയിൽ ഇവിടുത്തെ BJP ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്തക അധികാരത്തിൻ്റെ മോഹം അത്. അപ്പം അതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ മാഷ് ചെയ്യണം, ഇടതുപക്ഷം ഭരണത്തിൽ വരണം. എന്നാൽ മാത്രമേ ഇവിടുത്തെ സാധാരണക്കാരനായ എന്താ പറയുക, ഇപ്പോൾ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യനായാലും മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ അവർക്കേ പറ്റത്തുള്ളൂ. ഞാനത് ചോദിച്ചല്ലോ, ഇവിടുത്തെ RSSൻ്റെ ഒരുപാട് ശാഖകളുണ്ട്. കേരളത്തിൽ വഴി എവിടെയാണ് ഈ മണിപ്പൂർ നമുക്കറിയാവുന്ന കേസിട്ടാണ് പാവപ്പെട്ട സ്ത്രീകളെ നഗ്നമായി നിർത്തി അവിടെ അവർ റോഡിലൂടെ നടത്തി. ഈ നമ്മുടെ ഇവിടെ നടക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാം, ഇവിടെ അരിവാൾ ചിറ്റി നക്ഷത്രം എന്ന് പറഞ്ഞ പാർട്ടി ഭയപ്പാടുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയണത് കേരളത്തിലും നമ്മുടെ ഈ കൊച്ചു ചാലക്കുടി മണ്ഡലത്തിൽ പോലും വർഗീയത വന്നേനെ അല്ലേ. അതൊക്കെ വരാണ്ടിരിക്കുകയും ഇടതുപക്ഷം ഇനിയും മുമ്പോട്ട് പോകണം.